ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോകുവാണ്. ചേട്ടൻ്റെ ഓഫീസിൽ നിന്നാണ് പോകുന്നത്. തൊട്ടടുത്തുള്ള റിസോർട്ടിലേക്ക് ഒരു ദിവസത്തെ സ്റ്റേക്കേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എല്ലാ വർഷവും ഇവരുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു ട്രിപ്പ് പോകാറുണ്ട്. ഫാമിലി ട്രിപ്പാണ്. ഏപ്രിൽ 9 ഉച്ച കഴിഞ്ഞാണ് പോകുന്നത്. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഈ വീഡിയോ ഇടുന്നത്. തൊടുപുഴ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ജലദോഷമൊക്കെ പിടിച്ചു. അത് ഇതുവരെ മാറിയില്ല കേട്ടോ. നമ്മൾ കട്ടപ്പനയിൽ നിന്ന് ഒത്തിരി ദൂരത്തൊന്നുമല്ല, കുറച്ചടുത്ത് തന്നെയാണ്. പാടി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലേക്കാണ് പോയത്. നല്ല ഒരു അടിപൊളി റിസോർട്ടാണ്. നല്ല വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. ഇതാണ് പാടി ഹോളിഡേയ്സ്. ഞങ്ങൾ 3-4 കാറിനാണ് വന്നത്. 10-17 പേരുണ്ടായിരുന്നു. കട്ടപ്പനയിൽ നിന്ന് ഒരു അരമണിക്കൂർ ട്രാവലിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ഒക്കെ വന്നു. ഇനി റിസോർട്ടൊക്കെ കാണുവാണ് എല്ലാവരും. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ അടിച്ചു പൊളിക്കാൻ തന്നെയായിട്ടാണ് കേട്ടോ എല്ലാവരും വന്നേക്കുന്നത്. ജസ്റ്റ് ഒരു റിലാക്സേഷൻ, അടിച്ചു പൊളിക്കുക, അതാണ് ഈ ട്രിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് കഴിഞ്ഞ് ഏപ്രിൽ മാസം എല്ലാവരും കുറച്ച് ഫ്രീ ആണല്ലോ. അങ്ങനെ എല്ലാവരും കൂടി ട്രിപ്പിന് ഇറങ്ങിയതാ. എല്ലാ ബ്രാഞ്ചിൽ നിന്നും ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും താഴെ ഒരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്, അതൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാ. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ആര്യനെ അറിയാലോ, ആര്യ 2-3 വ്ളോഗ്സിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ ഒരു ടെൻറ്റ് പോലെയുണ്ട്, 2-3 ടെൻറ്റൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് അത് കാണാനായിട്ട് ഇറങ്ങി പോവുകയാണേ. അപ്പോൾ അവിടെ താമസിക്കാനായിട്ട് ഞാൻ താമസിക്കും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ എന്തായാലും ടെൻ്റ് ഒന്ന് നോക്കിയിട്ട് വരാം എന്നൊക്കെ ഓർത്ത് താഴേക്ക് പോവുക. ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും ഒരു 3 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. 3 അല്ല 4 ആകാറായി. പക്ഷേ മഴ പെയ്യാനുള്ള ഒരുക്കമായിരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ആര്യയാണിത്. ആര്യനെ അറിയായിരിക്കും. കണ്ടിന്യൂസ് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും ആര്യനെ. കണ്ടോ, അതാണ് ടെൻറ്റ്. പക്ഷേ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ച ടെൻറ്റ് ഇതല്ലായിരുന്നു കേട്ടോ. കുറച്ചും കൂടി ഒരു അടിപൊളി ടെൻറ്റൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചത്. എന്തായാലും പോയി നോക്കാമെന്നൊക്കെ ഓർത്ത് പോകുവാണ്. അപ്പോൾ ഇതാണ് ടെൻറ്റ്. അത്ര ഒരു മഴയൊക്കെ പെയ്താൽ ഭയങ്കര പാടായിരിക്കും എന്ന് തോന്നി. എന്തായാലും ടെൻറ്റിലൊന്നും ആരും കിടന്നില്ല കേട്ടോ. ഇതൊക്കെ അവർ സെറ്റാക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ഇതിലൊക്കെ അവളുമാർ കയറുന്നുണ്ടായിരുന്നു. ഇതാണ് വൈഷ്ണവി, ഇത് സോഫിയ, ഇതാര്യ. ഇവർ 3 പേരുമാണ് ഓഫീസിൽ നിന്ന് വന്നത്. വേറെ കുറച്ച് സ്റ്റാഫും കൂടെ ഉണ്ടായിരുന്നു, അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ബോയ്സാണ്. പിന്നെ ഞങ്ങൾ 4 ഗേൾസും കൂടെ പുറത്തു നിന്നുണ്ടായിരുന്നു. ഫാമിലി ട്രിപ്പാണല്ലോ. ഇനിയിപ്പോൾ ഫാമിലി ട്രിപ്പ് അല്ലെങ്കിലും എന്നെ ചേട്ടൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇവരുടെ കൂടെ എല്ലാ വർഷവും ട്രിപ്പ് ഞാൻ പോകാറുണ്ട്. എല്ലാവരും ഇപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. റൂമൊക്കെ ഒന്ന് കാണാമെന്നോർത്ത് എല്ലാവരും റൂമിലൊക്കെ കയറി. പുറത്തുനിന്ന് വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമായിരുന്നു ഈ റിസോർട്ട് ആ ഒരു ദിവസത്തേക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് നല്ലതായിരുന്നു. ബ്രിൻഡോയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്രിൻഡോനെ ചിലർക്കൊക്കെ അറിയായിരിക്കും. അയാം ബ്രിൻഡോ, ദിവ്യ ബ്രിൻഡോ, അവർ ഹസ്ബൻഡ് വൈഫാണ്. അവർ ചാനലിൽ 2 പേർക്കും ചാനലൊക്കെ ഉണ്ട്. ട്രാവൽ വീഡിയോസും ഒക്കെ ഇടാറുണ്ട്. ആൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. ബ്രിൻഡോ എൻ്റെ കൂടെ ഡിഗ്രിക്ക് ന്യൂമാൻ കോളേജിൽ പഠിച്ചതാണ് കേട്ടോ. പിന്നെ ജ്യൂസൊക്കെ വന്നു. ജ്യൂസൊക്കെ എല്ലാവരും കുടിക്കുവാണ്. മാംഗോ ജ്യൂസായിരുന്നു കേട്ടോ. ഇത് സച്ചിനും സച്ചിൻ്റെ വൈഫും, ഇത് സോഫിയ, ഇത് വൈഷ്ണവി. ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് റൂമൊക്കെ കാണാനായിട്ട്. ഏത് റൂമിലാണെന്നൊന്നും നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ, എല്ലാ റൂമും പോയി കാണണമല്ലോ. ഇവിടെ വലിയ റൂം തന്നെയാണ്. 2 റൂമും വലിയൊരു ഹാളും ആയിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഡോർമെട്രി പോലെയുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോവുക. അന്നേരം ചേട്ടനാണ് കേട്ടോ പോയത്, ഞാൻ കയറിപ്പോയില്ല. ഞങ്ങൾ പിന്നീടായിരുന്നു പോയത്. അപ്പോൾ ചേട്ടൻ വീഡിയോ എടുത്തുകൊണ്ട് തന്നതാണ് ഇത്. നല്ല ഹൈറ്റിൽ ഏറ്റവും പൊക്കത്തായിരുന്നു ഡോർമെട്രി ഉണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ടോയ്ലറ്റ് പുറത്താണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഇവിടെ അവർ ബോയ്സ് 2-3 പേര് കിടന്നു എന്ന് തോന്നുന്നു നൈറ്റ്. നമ്മൾ ഫുള്ളായിട്ടായിരുന്നല്ലോ റിസോർട്ട് എടുത്തിരുന്നത്. അപ്പോൾ പിന്നെ എവിടെ വേണേലും കിടക്കുകയൊക്കെ ചെയ്യാമല്ലോ. വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോഴേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങിയായിരുന്നു. ഇത് അരുണും ഗോകുലും, ഇവരൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഹൈറ്റിലായതുകൊണ്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. താഴേക്കൊക്കെ തൊട്ടടുത്ത് തന്നെ ഒരു ടവറും ഉണ്ട്. അപ്പോൾ താഴെ അമൽ നിൽക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ചേട്ടൻ എടുത്തതാണേ.
പിന്നെ താഴേക്ക് എല്ലാവരും തന്നെ ഇറങ്ങി വന്നു. മഴ ചെറുതായിട്ടൊന്ന് തോർന്നായിരുന്നു. പിന്നെ ഞങ്ങൾ പേരുകൂടി വരാനുണ്ട്. അനന്തും സൂരജും അർജുനും അവർ പതുക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് അവിടെ ടീ ടൈം ആയിരുന്നു. സമോസയും ചായയായിരുന്നു. നല്ല അടിപൊളി സമോസയായിരുന്നു കേട്ടോ, നല്ല ക്രിസ്പ് സമോസയായിരുന്നു. പിന്നെ ഇത് അവർ ഫ്രൂട്ട്സൊക്കെ നല്ല പീസാക്കി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിക്കായിരുന്നു കേട്ടോ അത് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും ഇരുന്ന സമോസയും ചായയൊക്കെ കുടിക്കുക. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞും ഇരിക്കുവാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഇവരെ അങ്ങനെ കാണാറില്ലല്ലോ, വല്ലപ്പോഴും ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോഴൊക്കെ അല്ലേ കാണുന്നത്. സച്ചിൻ്റെ ആര്യയുടെയും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ. സച്ചിനെയൊക്കെ വർഷങ്ങളായിട്ട് ചേട്ടനെ അറിയാവുന്നതാ. ചേട്ടൻ്റെ തറവാടിൻ്റെ വീടിൻ്റെ അടുത്താണ് സച്ചിൻ്റെയൊക്കെ വീട്. ഇത് സെൽമി അമലിൻ്റെ വൈഫാണ്, അവരുടെ കുഞ്ഞുവാവയും. ചേട്ടനാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഞാനുള്ള വീഡിയോ എന്നെ വീഡിയോയിൽ കാണുവാണെങ്കിൽ ആ വീഡിയോ എടുത്തിരിക്കുന്ന ചേട്ടനായിരിക്കും. ഇനിയിപ്പോൾ ചേട്ടനെ കാണുവാണെങ്കിൽ ആ വീഡിയോ എടുത്തിരിക്കുന്നത് ഞാനായിരിക്കും കേട്ടോ. ഒരാളെപ്പോഴും മിസ്സിങ് ആയിരിക്കും. അർജുനും അനന്തും ഒക്കെ എത്തിയായിരുന്നു കേട്ടോ. ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കുറച്ച് മൂടലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ കിട്ടി. നല്ല സീനറി ആയിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ, അതുകൊണ്ട് നല്ല ഫോട്ടോ ഒക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അന്നേരത്തേക്ക് ഏകദേശം ഒരു സന്ധ്യയായി തുടങ്ങിയായിരുന്നു. നല്ല ഭംഗിയില്ലേ? ഇത് ചേട്ടൻ്റെ പണിയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തേക്കുന്നത്. ആ പൂക്കളൊക്കെ അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല ലൊക്കേഷനുമാണ് കേട്ടോ. താഴേക്കൊക്കെ നോക്കി അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ റൂമൊക്കെ ഏതെടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ. കപ്പിൾസിന് അങ്ങനെ റൂം കൊടുക്കണോ അതെല്ലാവരും ഒന്നിച്ചാണോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു. പിന്നെ അതെ ഞങ്ങൾ റൂമൊക്കെ ഫിക്സായി, ഡ്രസ്സൊക്കെ മാറി വന്നു. സ്വിമ്മിംഗ് പൂളിൽ ചാടണമല്ലോ, അതൊക്കെ ഉദ്ദേശിച്ചാണല്ലോ നമ്മൾ വന്നേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആദ്യമേ തന്നെ ഞങ്ങൾ ചെന്നിറങ്ങി. അത്യാവശ്യം നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. ആദ്യമേ ഇറങ്ങാൻ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു കേട്ടോ, നല്ല ഹൈറ്റിൽ വെള്ളം കിടക്കുന്നത് കൊണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പം നമുക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. ഒത്തിരി വെള്ളമൊന്നുമില്ലായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല തണുപ്പ്, അങ്ങനെ വലിയ കാര്യമായിട്ട് തണുപ്പൊന്നും ഇല്ലായിരുന്നു. അവരെന്തോ ഹീറ്റർ യൂസ് ചെയ്തായിരുന്നു തോന്നുന്നു. വെള്ളത്തിന് അങ്ങനെ തണുപ്പൊന്നും ഇല്ലായിരുന്നു. ചേട്ടനാണെങ്കിൽ ആദ്യമേ തന്നെ വന്ന് വെള്ളത്തിൽ ചാടി കേട്ടോ. എനിക്ക് വെള്ളത്തിന് മുകളിൽ കിടക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളത്തിന് മുകളിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും ഇറങ്ങി വരുന്നതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതികയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. പക്ഷെ കുറച്ച് നേരം ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ കയറ്റി കേട്ടോ. അരുണിൻ്റെ കുഞ്ഞാണ് ഇതിക. അപ്പോൾ അവൻ കുറച്ച് നേരം കൊച്ചിനെ വെള്ളത്തിലൊക്കെ ഇറക്കി നിർത്തി. പിന്നെ അവനും കുറച്ച് നേരം കയറിയൊക്കെ ഇരുന്നു. പിന്നെ അവരെല്ലാവരും വന്നു കേട്ടോ. എല്ലാവരും വെള്ളത്തിൽ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ഞങ്ങളും ആ കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൽ കളിച്ചതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി, കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അന്നേരത്തേക്കൊരു 9 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും വന്ന് ഫുഡ് കഴിക്കുക. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു. വെജിറ്റേറിയൻ വേണ്ടവർക്ക് വെജിറ്റേറിയൻ കറിയും ഉണ്ടായിരുന്നു. ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ടൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുക. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുവാണ് എല്ലാവരും. അവിടെ തൊട്ടടുത്ത് തന്നെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇച്ചിരി സ്പേസ് കുറവായിരുന്നു കേട്ടോ. എല്ലാവർക്കും നിന്ന് ഡാൻസ് കളിക്കാനുള്ള ഒരു സൗകര്യം ഇച്ചിരി കുറവായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇച്ചിരി ക്ഷീണം പോലെ ആയിരുന്നു കേട്ടോ. റൈസും ചിക്കനും ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് കുറച്ചൊരു ക്ഷീണമൊക്കെ ആയായിരുന്നു. എന്നാലും എല്ലാവരും ഒക്കെ കളിച്ചു കേട്ടോ. അവർ വീണ്ടും അത്തേ കയറിയിരുന്ന് ആടുന്നുണ്ട്. നല്ല രസമല്ലേ? ഞാൻ ഒരു തവണയായിട്ടോ കയറിയിരുന്ന് ആടിയുള്ളൂ. അത് നമ്മൾ ഒത്തിരി ഇങ്ങനെ റൗണ്ടിൽ കറക്കുമ്പോൾ നമുക്ക് തല കറങ്ങും. അതുകൊണ്ട് ഒത്തിരി നേരമൊന്നും ഞാൻ കയറിയിരുന്നില്ല. കുറച്ച് നേരമൊക്കെയാണ് കയറിയിരുന്നുള്ളൂ. ഇവർ നല്ല സ്പീഡിൽ നന്നായിട്ടിരുന്ന് ആട്ടുന്നുണ്ടായിരുന്നു. അതും ഒരു സന്തോഷമാണല്ലോ. പിള്ളേർക്ക് മാത്രം കയറിയാൽ പോരല്ലോ, വലിയവർക്കും കയറണമല്ലോ. ഇതൊക്കെ ഒരു സന്തോഷമാണ് നമുക്കിങ്ങനെ കാണുന്നതും ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് എൻജോയ് ചെയ്യുന്നതും. പിന്നെ പതുക്കെ എല്ലാവരും ഡാൻസൊക്കെ കളിക്കാനായിട്ട് ഇറങ്ങി. സൂരജും അമലും അനന്തും സച്ചിനും എല്ലാവരും ഡാൻസ് കളിക്കുവാണേ. ഗേൾസും പതുക്കെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ
കുറച്ച് നേരം ഡാൻസ് കളിച്ചുള്ളൂ. ഫുഡ് കഴിച്ച് കഴിഞ്ഞുകൊണ്ട് ചെറിയൊരു ക്ഷീണം വന്നു എല്ലാവർക്കും. എന്നാലും ഡാൻസൊക്കെ കളിച്ചു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാ വർഷവും ഒരു ദിവസമെങ്കിലും ഇങ്ങനെയൊക്കെ പോകുന്നത് ഒരു ഭയങ്കര പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഇവർക്കൊരു റിലാക്സേഷൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. പതുക്കെ ഞാനും ആര്യയും വൈഷ്ണവിയും ഒക്കെ ഡാൻസ് കളിക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ആര്യ അവിടെ ഇരിക്കുന്നുണ്ട്. ആര്യനെയാണ് വിളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളൊക്കെ വന്നായിരുന്നു. ഓരോരുത്തർ പതുക്കെ ഇറങ്ങി. എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ അറിയാവുന്നവരൊന്നുമല്ല. നമ്മൾ പിന്നെ പാട്ട് കേട്ടാൽ ചുമ്മാതായാലും തുള്ളൂലോ. എനിക്കൊന്നും ഡാൻസിൻ്റെ ABCD പോലും അറിയത്തില്ലാത്ത വ്യക്തിയാണ് കേട്ടോ. അത് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാലും പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നത് ഒരു രസമാണല്ലോ. ഞാൻ ആരെയോ വിളിക്കുന്നുണ്ട് കേട്ടോ വരാൻ പറഞ്ഞ്. സോഫിയനെയാണെന്ന് തോന്നുന്നു. ചേട്ടനും ചെറുതായിട്ട് ഡാൻസൊക്കെ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടനും ഡാൻസ് കളിക്കുന്ന ആളൊന്നുമല്ല. ക്യാമ്പ് ഫയർ ഒത്തിരി നേരമൊന്നും ഉണ്ടായിരുന്നില്ല. മഴയൊക്കെ മാറിയത് കൊണ്ട് പിന്നെ വൈകുന്നേരം ഇങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ നടത്താൻ പറ്റിയത്. ഞങ്ങൾ വന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പെയ്തായിരുന്നു. പിന്നെ അതങ്ങ് മാറി. കുറച്ച് നേരമാണ് കേട്ടോ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 11:15 ആയപ്പോഴേക്കും എല്ലാവരും റൂമിലേക്കൊക്കെ പോയി. അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ രാമക്കൽമേട് കാണാനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ചടുത്താണ് രാമക്കൽമേട്. അപ്പോൾ അവിടെ റൂം കിട്ടിയില്ലാത്തതുകൊണ്ടാണ് കുറച്ച് മാറി ചേറ്റുകുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂമൊക്കെ എടുത്തത്. പിന്നെ അത് എല്ലാവരും നിന്ന് എന്തൊക്കെയോ വേണ്ട കോലൊക്കെ വെട്ടി ഇന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാവേ. ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. ഒത്തിരി ലെങ്ത് കൂട്ടിയിട്ടാൽ ആരും അങ്ങനെ കാണത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അടുത്ത വിശേഷം രാമക്കൽമേടിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ രാമക്കൽമേടിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.